ഒരു ഫുൾ കോഴിനെ എയർ ഫ്രൈ ചെയ്തെടുത്താലോ? നേരെ പോകാം റെസിപ്പിയിലേക്ക്. കോഴി കഴുകി ക്ലീൻ ചെയ്തു വരഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള മസാലയ്ക്കുള്ള സാധനങ്ങളാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു സവാള, ചെറിയ സവാളയാണ്, തക്കാളി മീഡിയം സൈസ് തക്കാളി, കുറച്ച് തൈരുണ്ട്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. ഞാൻ ആദ്യം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നല്ലതുപോലെ അരച്ചെടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് വീണ്ടും എടുത്ത് വെച്ചേക്കുന്ന ഒരു മീഡിയം സൈസ് സവാളയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ആയി കിട്ടും. അതുപോലെ തന്നെ നമുക്ക് തക്കാളിയും കൂടി അരച്ചെടുക്കണം. തക്കാളി വേറൊരു ജാറിലാണ് അരച്ചെടുത്തത്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നമുക്ക് മിക്സ് ചെയ്യലാണ് ഇനിയുള്ള പരിപാടി. മിക്സ് ചെയ്ത് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് ഒരു 2 hours മിനിമം നിങ്ങൾ വെക്കണം. ഞാനൊരു 24 hours വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് ഉപ്പും കൂടി ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കൊരു വലിയ പാത്രം എടുക്കാം. ഇതിനുള്ളിൽ തന്നെയാണ് നമ്മൾ ചിക്കനെ വെക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ജാറിനകത്തുള്ള അരപ്പുകളൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തു. അതിനുശേഷം തക്കാളി ഇട്ട് ഒരു 2 ടേബിൾ സ്പൂണുള്ള കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടായിരുന്നു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാല ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടു. ഞാനൊരു 1.5-2 ടീസ്പൂണോളം അടുപ്പിച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അത് നല്ലതുപോലെ ഈ മസാലകൾ നമുക്ക് കൈ കൊണ്ട് യോജിപ്പിച്ചെടുക്കണം. അതിലെല്ലാ പൊടികളും നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഒലിവ് ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാനും ചിക്കനിലേക്കെല്ലാം നല്ലതുപോലെ പിടിക്കാനൊക്കെ നല്ലതാണ്. ചിക്കൻ നല്ലതുപോലെ ഞാൻ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർക്ക് വെച്ചിട്ട് കുത്തിയിട്ടുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിനകത്തേക്കാണ് ഇനി നമുക്ക് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. തൈരുമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തൈര് ആഡ് ചെയ്തു. കുറച്ച് ആദ്യം ആഡ് ചെയ്തിട്ട് നോക്കി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് അടുത്തത് ബാക്കിയും കൂടി ആഡ് ചെയ്താൽ മതി. ഒരുപാട് ലൂസായി പോകുന്നുണ്ടെങ്കിൽ വേണ്ട. തൈരും നാരങ്ങ നീരും ഒക്കെ നമുക്ക് ചിക്കനെ സോഫ്റ്റ് ആക്കാനായിട്ട് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ തൈര് ഞാൻ ഫുൾ ഇപ്പോൾ ചേർത്ത് കഴിഞ്ഞു. അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസിയാണ്, നല്ല ലൂസാണ്, എന്നാൽ ഓവറായിട്ടുള്ള ലൂസും അല്ല. ആ ഒരു ഫുൾ നാരങ്ങയുടെ നീരും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ നാരങ്ങ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ഒട്ടും പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നാരങ്ങ നീര് ഞാൻ ഫുൾ എടുത്തത്. ഇനി ആ കഴുകി നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന വെള്ളമയമൊക്കെ പോയിട്ടുള്ള ചിക്കനിലേക്ക് നമുക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കണം. വെള്ളമയം ഒട്ടും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഒന്ന് ഒപ്പിക്കളഞ്ഞാൽ അത്രയും നല്ലത്. ഞാൻ നല്ലതുപോലെ വരഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർക്ക് വെച്ച് നല്ലതുപോലെ ഞാൻ കുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലതുപോലെ അതൊന്ന് നമ്മളുടെ മസാല കംപ്ലീറ്റ് എല്ലാം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. അത് നല്ല ടൈം എടുത്ത് തന്നെ നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ മസാലയിൽ നോക്കിയിട്ട് വേണം സ്പ്രെഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നത് ഇപ്പോൾ എയർ ഫ്രയറിലാണ്. ഇതുപോലെ തന്നെ നമുക്ക് കുക്കറിലും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ പുരട്ടി ഒരു 2 hours കുറഞ്ഞത് വെച്ചിട്ട് നമ്മൾ കുക്കറിനകത്തേക്ക്, നല്ല കട്ടിയുള്ള കുക്കറുണ്ടല്ലോ, അതിനകത്തേക്ക് ഓയിൽ ഒഴിച്ചിട്ട് ചിക്കനെ ഇറക്കി വെച്ച് ജസ്റ്റ് ഒരു വിസിൽ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് തിരിച്ചു മറിച്ചു വിട്ട് പൊള്ളിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. ഞാൻ മസാലയൊക്കെ പുരട്ടിയിട്ട് ഇന്ന് ഞാനെടുത്ത് ഇപ്പോൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. നാളെ നമുക്ക് തുറന്നിട്ടാണ് നാളെ നമുക്കിത് ഗ്രിൽ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഞാൻ ഓപ്പൺ ചെയ്യാണ്. പിറ്റേ ദിവസമായി ഓപ്പൺ ചെയ്യുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തൈരും ഒക്കെ ചേർത്തതല്ലേ, അതിൽ നിന്ന് തക്കാളിയുടെ നീരും എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നല്ലതുപോലെ അതിലുള്ള മസാല നമുക്ക് ചിക്കനിലേക്ക് വീണ്ടും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് വീണ്ടും ഒന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഈ ടൈമും കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിങ് റെഡിയാക്കാനുണ്ട്. അത് നമ്മൾ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അതിൻ്റെ മുകളിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് ഓയിൽ പ്രിപ്പയർ ചെയ്യാം. കുറച്ച് ഒലിവ് ഓയിൽ, ഇത്തിരി കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീര്, അതുപോലെ തന്നെ ലേശം ഉപ്പ്. ഇതാണ് ഞാൻ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് നമുക്കെടുക്കാം. 1 ടീസ്പൂണോളം കുരുമുളക് പൊടി, ഒരു ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ, നമുക്ക് ആവശ്യത്തിന് ഒലിവ് ഓയിൽ എടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വരണം. നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. നല്ലപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചിക്കൻ എയർ ഫ്രയറിലേക്ക് മാറ്റാനുള്ള ടൈമായി. എയർ ഫ്രയർ ഞാൻ ഓപ്പൺ ചെയ്യണം. ഞാൻ ഫിലിപ്സിൻ്റെ എയർ ഫ്രയറാണ് യൂസ് ചെയ്യുന്നത്. 4.5 ലിറ്ററിൻ്റെ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ എയർ ഫ്രയർ. എനിക്ക് വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഞാൻ ഫിഷും ഒക്കെ ഇതിനകത്ത് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒന്ന് ഓയിൽ തടവി കൊടുത്തിട്ട് വേണം അതിനകത്തേക്ക് ചിക്കൻ എടുത്ത് വെക്കാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും വെച്ചിട്ട് ഇതിൻ്റെ പൊക്കത്ത് ബാലൻസ് മസാലയൊക്കെ ഉണ്ടെങ്കിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓൺ ആക്കുന്നതിന് മുമ്പ്, അത് വെക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണയും
കൂടി നമുക്ക് അതിൻ്റെ പൊക്കത്ത് തൂവി കൊടുക്കാം. അങ്ങനെ മസാലയൊന്നും പെട്ടെന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എയർ ഫ്രയറിനെ പറ്റിയിട്ട് ഒരുപാട് പേർക്ക് ഭയങ്കര തെറ്റിദ്ധാരണകളുണ്ടെങ്കിലും നല്ലതാണ് എയർ ഫ്രയർ. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ എയർ ഫ്രയറിലേക്ക് വെച്ചു. ആൻഡ് ഞാനൊരു 185 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ്സാണ് ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത്. നമുക്കിതിൽ പ്രീസെറ്റ് മെനു ഉണ്ട്, ഫിഷിനും എല്ലാത്തിനായിട്ടുള്ള പ്രീസെറ്റ് മെനു ഇതിനകത്തുണ്ട് കേട്ടോ. വളരെ നല്ലതാണ്, സീ ത്രൂ ആണ്, നമുക്ക് കാണാൻ പറ്റും ഉള്ളിൽ കുക്ക് ചെയ്യുന്നതൊക്കെ. അത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുകയും ചെയ്യും. ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നമ്മളതിനകത്തേക്ക് ഓയിലൊന്ന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പൊക്കത്തൂടി. അത് വീണ്ടും നമ്മൾ അടച്ചു വെച്ച് ബാലൻസ് ഉള്ള 15 മിനിറ്റും കൂടി നല്ലപോലെ ഗ്രിൽ ചെയ്തെടുക്കണം. നമുക്ക് ആ സമയം കൊണ്ട് ഞാനൊരു എന്താ പറയുക സലാഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി ഞാൻ ഇനി വീണ്ടും അപ്ലോഡ് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇനിയും പുള്ളിനെ നമുക്ക് തിരിച്ചിടാം. ഒരു സൈഡ് നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്, നമ്മൾ തിരിച്ചിട്ടു. അതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് ഓയിലൊന്ന് തേച്ച് കൊടുക്കണം. നല്ലപോലെ ഓയിൽ തേച്ച് കൊടുത്തിട്ട് വീണ്ടും നമുക്കൊരു 20 മിനിറ്റ്സ് ഈ ഒരു സൈഡും കൂടി നമുക്ക് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിങ്ങനെ ഫ്രൈ ആവുന്ന ഈ ഒരു 50 മിനിറ്റ്സ് കൊണ്ട് ഞാൻ മയോണൈസ് ഉണ്ടാക്കി, അതുപോലെ തന്നെ ഒരു ഗ്രീൻ ചട്നി പ്രിപ്പയർ ചെയ്തു, പിന്നെ ഒരു സാലഡ് പ്രിപ്പയർ ചെയ്തു. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ അടുത്ത റീലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. റീലോ ഫുൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യും, കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മളുടെ ചിക്കൻ കംപ്ലീറ്റ് ആയിട്ട് റെഡി ആയിട്ട് വന്നേക്കാണ്. ദെൻ ഇതിൻ്റെ ആ ഒരു അടിയിൽ മസാലയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാനത് പ്ലേറ്റിലേക്ക് ഇട്ടപ്പോൾ ആ മസാലയും കൂടി എൻ്റെ പൊക്കത്തൂടി ഒഴിച്ചു. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യണം. കുക്കറിലും ഇതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. കുക്കറിൽ ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഈ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് പിന്നെ ഒരു പാനിൽ വെച്ച് നമ്മൾ 2 സൈഡിലും ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാനിത് ഹാനോയ്ക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്താണ്. അവൻ്റെ അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ ഫ്രം ബൈറ്റ്സ് ആൻഡ് ഡ്രിങ്ക്.